ومن أخلاقهم رضي الله تعالى عنهم മഹാന്മാരുടെ സൽഗുണങ്ങൾ എണ്ണി പറയുകയാണെന്ന്. മുജാനബതുഹും ലിൽ ഉമൂരില്ലത്തി ഫീഹാ റായിഹത്തു തകബ്ബുരിൻ അലൽ ഇഖ്വാനി. തന്റെ സഹോദരന്മാർക്ക് എതിരിൽ അഹങ്കാരത്തിന്റെ വാസന വരുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ഇവർ ദൂരീകരിക്കും. അതൊന്നും അവരെ മനസ്സിൽ ആരോടും ഒരു അഹങ്കാരം ഉണ്ടാവില്ല. അഹങ്കാര ചിഹ്നങ്ങൾ എങ്ങനെ ചോദിച്ചാൽ അദമി ഹുദൂരി ജനായിസി അത്തിഫാലിഹിം, അവരുടെ കുട്ടികൾ മരിച്ചാൽ ആ കുട്ടികളുടെ ജനാസക്ക് സന്നിഹിതരാവാതിരിക്കുക. അവ ഖദമിഹിം അല്ലെങ്കിൽ അവരുടെ ഖാദിമികൾ മരിക്കുക. വാരിഖായിഹിം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലൊക്കെ മരിക്കുക, അടിമകളോ കുടുംബക്കാരോ ഇങ്ങനെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും പങ്കെടുക്കാതിരിക്കുക. അത് സഹോദരന്മാരെക്കാളും വലിയ അഹങ്കാരത്തിന്റെ അടയാളാണ്. ഇതൊന്നും അതിലുണ്ടാവൂല. അദ്മിയാദത്തിക്കും ഇതാ മരുന്നു, ഇവരൊക്കെ രോഗികളായാൽ അവരെ സന്ദർശിക്കാതിരിക്കുക. ഇതൊക്കെ അഹങ്കാരത്തിന്റെ അടയാളമായിട്ട് വരുന്ന ഒന്നല്ലേ. ഇതൊന്നും അവരിൽ ഉണ്ടാകൂല. എപ്പോഴും സന്തോഷവും സമാധാനം ഉണ്ടാവുള്ളൂ. എന്താണത് പറയാൻ കാരണം? അതൊക്കെ ദുനിയാവിലും ആഖിറത്തിലും സർവ്വജനങ്ങളെക്കാളും ഒരു സാധുക്കളും അഥവാ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ആശയുള്ളവർ ആരും നേതാവായിട്ടില്ല. അതുപോലെ തന്നെ ജിറക്, അപ്പൊ കരുണയുടെ ജിറക് താഴ്ത്ത, ആ ജിറക് താഴ്ത്തി കൊടുക്കുക, അതുപോലെ നിസ്സാരമാവുക, എളിമുണ്ടാവുക എന്നിത്യാദി കാര്യങ്ങളെ കൊണ്ടല്ലാതെ ആരും നേതാവായിട്ടില്ല. അപ്പൊ വിനയം വേണം, ഒരു താഴ്ന്ന ഒരാളായിരിക്കണം, വിനയത്തോടുകൂടി അഹങ്കാരമില്ലാത്ത ഒരാളായിട്ട് വരണം. സുമ്മ ഇന്ന അഹദുഹും ഇദാ ഹളറൽ ജനാസത, പിന്നെ ഇവരാരെങ്കിലും ഒരാള് ഒരു ജനാസക്ക് അങ്ങ് സന്നിഹിതരായാലോ യകൂനു ഹസീനൻ ദായിമൻ അനാദിമൻ, വളരെ ദുഃഖിതനായി ഖേദിച്ചു കൊണ്ടിരിക്കുന്നവരാകും. അലാമ ഫറത ഫി ജംബില്ലാഹി തആല, അല്ലാഹുവിന്റെ ഭാഗത്തിലുള്ള ഇഷ്ടം മാനിച്ച് ആ ഭാഗത്തിൽ കൂടെ ചിന്തിച്ച് അവർ കാണിച്ചു വെച്ച വീഴ്ചകൾ ഉണ്ടാവും. പടച്ചോനോട് പോയി നമ്മൾ എന്തൊക്കെ കാണിച്ചത്, ആ ഭാഗത്ത് കാണിച്ച ആ വീഴ്ചയുടെ മേൽ വളരെ ദുഃഖിച്ചുകൊണ്ടായിരിക്കും അവര് ജനാസിൽ സന്നിഹിതരായ കാണുക. അങ്ങനെ ഉണ്ടാവുക. ഹദീസിൽ കാണാൻ അബുൽ ഹദീസ്, ഈ ഹദീസിലുണ്ട് എന്തുണ്ട്, കഫാബിൽ മൗത്തി വായുള്ള ഒരു മൂല്യൊരു വയല് പറയണ്ട, യൂട്യൂബിലടിച്ച വയല് കേൾക്കണ്ട, എവിടുക്കും പോണ്ട വയല് കേൾക്കാൻ, മരണത്തെ കുറിച്ചാണ് ചിന്തിച്ചാൽ മതി. എന്റെ ജീവൻ, എന്റെ ആരോഗ്യം എല്ലാം നിശ്ചലമാകുമല്ലോ, ഞാൻ സുന്ദരമായ വീട്ടിലല്ലേ, എനിക്കതെല്ലാ സൗകര്യങ്ങളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉമ്മ ഉണ്ട്, ഇപ്പുണ്ട്, ഇഷ്ടക്കാരുണ്ട്, എല്ലാവരും എനിക്കുണ്ട്, പോലീസ് കൊട്ടേഷൻ എല്ലാം ഉണ്ട് എനിക്ക്. ഒരു നാൾ ഇതെല്ലാം ഒഴിഞ്ഞു പോകൂലേ, അപ്പൊ ആരും ഇല്ലല്ലോ, പിന്നെ എന്റെ ഭവനം കവറല്ലേ. അസ്രായേൽ വന്ന് റൂനെ പിടിച്ചോമ്പോ ഞാൻ മൂമിനായിട്ടാ പോവുക, എങ്ങനെ എനിക്ക് അറിയല്ലോ. ഇങ്ങനെ മരണവും മരണാനന്തര ജീവിതം ഇങ്ങനെ ആലോചിച്ചാൽ അത് തന്നെ മതി ഒരു ഉപദേശകനായിട്ട് എന്ന ഹദീസിലുണ്ട്. ഈ ഹദീസിലെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മഹാരഥന്മാരായ ആളുകളൊക്കെ ജനാസയിൽ പങ്കെടുക്കാറുള്ളത്. നമ്മളാരും മാറിയല്ല. നമ്മൾ അവിടെ മൊബൈൽ ഓണാക്കും, പല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും, പത്രം വായിച്ചുകൊണ്ടിരിക്കും, അപ്പൊ എല്ലാ ചർച്ചക്കാരും. പിന്നെ ഇതൊന്നുമില്ല. ജനാസയുടെ വഴിയിൽ അവർ പോയിരിക്കുമ്പോ ആ വഴിയിൽ വെച്ചിട്ട് ജനാസയുടെ വഴിയിൽ ദുന്യവിയായിരിക്കുന്നൊന്നും അവർ സംസാരിക്കൂല. അതാണ് ഒന്നും പറയുന്നില്ല. വലായത്തക്കല്ലബിൽ മുബാഹി ഫദ്ലൻ അൻ മദ്മൂമി, അനുവദിക്കപ്പെട്ടതുണ്ടോ അതുപോലും പറയില്ല. ഒന്നും കൂടി കേറി പറഞ്ഞ മോശമായ വാക്കൊന്നും ഒരു പറയൂല. ഓലി മൗനം, ഓലി ഓർമ്മയിലായിരിക്കും. ഹാദൽ ഖുലുഖു, ഇത്തരം സ്വഭാവങ്ങളൊക്കെ കസ്വറ വലീമൻ ഈ ആദൽ ബിന്നാസി, ജനങ്ങളിൽ ഈ കാലഘട്ടത്തിൽ അതൊക്കെ വിദേശിയായി മാറിയിരിക്കും. ഒറ്റപ്പെട്ട സംഭവമാണ്. അപ്പൊ അതില്ലാതെയായി, അതൊക്കെ എടുത്തെറിയപ്പെട്ടു പോയിരിക്കുന്നു എന്നർത്ഥം.
എല്ലാ ജനാസയിലും അവർ വരുന്നുണ്ട്. ഇന്നെല്ലാവരും അങ്ങനെ എല്ലാവരും ജനാസയൊക്കെ പങ്കെടുക്കും. അങ്ങനെ ആ ജനാസയിൽ പങ്കെടുക്കുമ്പോൾ അവരാരും ഈ പങ്കെടുത്തത് കൊണ്ട് ഒരു പാഠം ഉൾക്കൊള്ളുന്നില്ല. നാളെ കട്ടിലിൽ ഞാനായിരിക്കും, നാളെ ഖബറിൽ ഞാനായിരിക്കും എന്നൊരു പാഠമൊന്നും ആരും ഉൾക്കൊള്ളുന്നില്ല. അവിടെ കുറച്ച് മൗനത്തിലിരുന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ ചെല്ലി പറഞ്ഞു പോകും, പിന്നെ വർത്താനാവും. വയും കതുറ അന്നഹു ഹളറ സ്വാറ ഹിക്കവിയൻ. ഇനി അവൻ അവിടെ സന്നിഹിതനായി തന്നെ വെക്കുക, എന്നാ പിന്നെ ഒരുപാട് കഥ ഉദ്ധരിക്കുന്ന പണിയായിരിക്കും. വൽ എന്നല്ല ഉറുബമാക്ക അൽ ഇക്കായാത്തിൽ മുഹീക്കത്തി ഇക്കായാത്തിൽ മുഹീക്കത്ത ഇന്ദ ശരീരി. മയ്യത്തും കട്ടിന്റെ അടുത്ത് വെച്ചിട്ട് ജനങ്ങൾക്ക് ചിരിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഓരോ കഥകൾ ഉദ്ധരിക്കുക, ഓരോ കോമഡിയൊക്കെ പറയലേക്കാണ് പിന്നെ ഉണ്ടാവാം. ഇത് വെറുതെ പറയല്ലക്കമാ ഷാഹത്തുദാലിക്കാമിൻ ഷെയ്ഖിൻ. ഒരു ഷെയ്ഖിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ കാര്യം ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ സന്നിഹിതനാണ്. ഇമാമത്തി സൂഫിൻ, സൂഫിയാക്ക തലപ്പാവും അണിഞ്ഞിങ്ങാണ്ട് ഒരു ഷെയ്ഖ് വന്നിരുന്നു. അയാൾ ജനാദയിൽ പങ്കെടുത്തു. ജനാദയിൽ പങ്കെടുത്തു നോക്കുമ്പോ അയാളിന് കണ്ടത് ഇങ്ങനെയൊക്കെയാണ്. ആ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. വല്ലാഹു തആല യഗ്ഫിർ ലനാ വലഹു. ആ ഷെയ്ഖുൻ നമ്മക്കൊക്കെ അല്ലാഹ് പുറത്തു തരട്ടെ. അപ്പൊ മോര്യമാരായിട്ട് ആരായിട്ട് കാര്യമൊന്നുമില്ല. ജനാദയിൽ പങ്കെടുത്തൊരു പാർട്ടിയും വിളിച്ച് യാതൊരു ദ്വാരക്കും പിന്നെ കുറച്ച് ചിരിക്കുന്ന കഥകളും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറയണത്. അത് കണ്ണ് തന്നെ ഉണ്ട് എന്നാണ് ഇമാം ഷാറാൻ തങ്ങളുടെ കാലത്തിന്റെ കഥ ഉപരി പറയണത്. ഇപ്പൊ ഇന്നത്തെ പറയാനുമില്ലല്ലോ. وكلما كان إلى الذل أقرب كان إلى قبول الشفاعة أقرب. ഒരാള് എളുമത്തരത്തിലേക്ക് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഷഫാഅത്ത് സ്വീകരിക്കുക എന്നതിലേക്ക് ഏറ്റവും അടുത്തവനായിരിക്കും അവൻ ഷഫാഅത്തിനെ സ്വീകരിക്കാൻ കഴിയുന്ന. അതിന് എളിമയുള്ള ജീവിതം വേണം, അഹങ്കാര ജീവിതം പറ്റുകയില്ല. സമാകാലോ ഏതുപോലെ ചോദിച്ചാ ഇവര് പറഞ്ഞതുപോലെ, പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ ഇവിടെ ഫിൽ ഖുറൂജിൽ ഇസ്തിസ്ഖായി ഖുറഖിൽ വബാഇ, കൊറോണ, വസൂരി, അതുപോലെ പ്ലേഗ്, ഇതുപോലുള്ള മഹാമാരികൾ ഉയർത്തുന്ന കാര്യത്തിലും വെള്ളം കിട്ടാത്ത സമയത്ത് മഴക്ക് തേടാൻ വേണ്ടി പുറപ്പെടുന്ന സമയങ്ങളിലൊക്കെ അവിടെ വലിയ പവറും ഭംഗീസൊന്നുമില്ലാതെ എളിമയുള്ളവനായി താഴ്മയുള്ളവനായി വളരെ നിസാര വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ടല്ലേ വരാറ് എന്നതുപോലെ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നല്ല വിലപിടിപ്പുള്ള വസ്ത്രമൊക്കെ ദൂരീകരിക്കൽ അത്യാവശ്യമാണ്. ലാസിയമ ഇൻകാനത്തും അത്തറത്തൻ, അതൊക്കെ അത്തറിട്ട വസ്ത്രമാണെങ്കിൽ അതും കൂടി ഒഴിവാക്കണം നല്ലതെന്നാണ്. അതൊക്കെ തെറ്റായിട്ട് പറയല്ല, ചിന്തകൾ മാറിപ്പോകും. ഒരു മരണ വീടുകൾക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മരണത്തിന്റെ ചിന്ത വേണമെന്നതിനർത്ഥം. അപ്പോ ഉലിമ അറിയപ്പെട്ടു പോയത് അന്നകുല്ല ഫഖീറൻ ഖറജ ഇലൽ ജനായിസി വഹുവ ലാബിസുൻ മഹാസിന സിയാബിഹി ബിഗൈരി നിയ്യത്തിൻ സ്വാലിഹത്തിൻ. അപ്പോ ജനാസകളിലേക്ക് പങ്കെടുത്തു പോയൊരു സാധു മനുഷ്യൻ, സാധാരണ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ആഗ്രഹിച്ച മനുഷ്യൻ പറയുന്നത്, അദ്ദേഹം ഒരു നല്ല നിയ്യത്ത് വെക്കാതെ വിലപിടിപ്പുള്ള നല്ല സുന്ദരമായ വസ്ത്രം ധരിച്ചിട്ടാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഇവനെ കുറിച്ച് പറയാനുള്ളത്, ഇവിടെ ഈ ഖൗമൊക്കെ ഇവിടെ ജീവിച്ച് മരിച്ചിട്ടുണ്ട്, അവിടെ അവസ്ഥയെ കുറിച്ച് അതിൽ അകന്നുപോയി. പിന്നെ മരണം എന്താണെന്നൊരു ചിന്ത വരത്തില്ല. അപ്പോഴും പവറും ഭംഗീസുമാണല്ലോ കാണുന്നത്. അവൻ മരണ വീടുകൾ ഇന്നത്തെ കാലത്ത് കല്യാണ വീടുകൾ സന്തോഷ വീടുകളായി മാറി. ഒരു ചിന്തയില്ല ആർക്കും. അങ്ങനെയാണ്. നോക്കൂ, ഒരു ഹദീസിന് ഒരു ഹദീസ് കാണാം. ഹദീസി ദുനിയ എന്നൊരു ഹദീസ് ഉണ്ട്. ആഖിറത്തിനെ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദുന്യാവിന്റെ സർവ്വസുഖം അവൻ വെടിയും ഒഴിവാക്കും എന്നാണ്. അപ്പൊ ഈ മരണ വീടുകൾ ചെല്ലുമ്പോ ഈ ദുന്യാവിന്റെ സുഖങ്ങളൊന്നും കാണൂല. ഒബിൽ ഹദീസി ഐതൻ, മുമ്പത്തെ ഹദീസിലുള്ളതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അദ്വിദുൽ മാരിയുള്ള വത്തബിഉൽ ജനായിസ തുദക്കിറുക്കുമുൽ ആഖിറത്തു എന്ന് കാണാൻ കഴിയും. നിങ്ങൾ രോഗികളായ ആൾക്കാരെ പോയി കാണൂ, സന്ദർശിക്കൂ, ജനാസകൾ കൂടെ നിങ്ങൾ പോകൂ, അനുഗമിക്കൂ, എന്നാൽ ആഖിറത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്നാണ്. അപ്പൊ ആഖിറത്തെ ഓർമ്മപ്പെടുത്താൻ രണ്ട് മാർഗമുണ്ട്. ഇന്ന് രോഗിയായി കിടക്കുന്ന മനുഷ്യൻ അവിടെ ചെന്ന് സന്ദർശിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാം?
ഇന്നെപ്പോലെ ആരോഗ്യം തടിയും ഒക്കെ ഉള്ള എല്ലാ പണിയെടുത്തിരുന്ന ഒച്ചയും വിളിയും വാളൊക്കെ ഉണ്ടാക്കി ഓടി നടന്നൊരു മനുഷ്യനെ പോയി കിടക്കുന്നത്. ഇയാൾക്ക് കുഞ്ഞൊന്നും വയ്യ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അപ്പോഴും ഇവിടുന്ന് രോഗിയായി ഇനി മരിക്കേണ്ട കിടത്തിലേക്ക് പോകുന്ന ചിന്തകളൊക്കെ വരും. അത് മരിച്ച ആളെ കൂടെ പോകുമ്പോഴും നാളെ എന്റെ ഗതി ഇതന്നെയല്ലേ, ഇതൊക്കെ ഓർമ്മ വരുമ്പോൾ ആഖിറത്തെ കുറിച്ചുള്ള ഓർമ്മ കിട്ടും. ഇങ്ങനെ ആഖിറത്തെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ഇയാദത്തുൽ മാരിയതും ഇത്തിബാൽ ജനാസയും വെച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ പോവുക എന്നാണ്. ഇനി ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈദാ ദക്കർത്തുമൽ ആഖിറത്ത, നിങ്ങൾ ആഖിറത്തെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ സഹത്തും മലാലി ദുനിയ, ദുന്യാവിന്റെ സർഗസുഖങ്ങളിലും ദുന്യാവിന്റെ സർവ്വ സുഖങ്ങളിലും നിങ്ങൾ സാഹിദായി പ്രപഞ്ചത്യാഗിയായി ജീവിക്കുന്ന, ഇതാണ് വേണ്ടത്. ഇതായിരുന്നു ഈ മഹാന്മാരുടെ ജീവിതം. വഖദ്കാനു ഇദാ ഹളറു ജനാസത, ജനാസത്തൻ ഏതെങ്കിലും ഒരു ജനാസക്ക് അവർ സന്നിഹിതരായിരുന്നുവെങ്കിൽ യസ്തഗ്രിഖൂന ബിത്തഫക്കുരി ബി ദിക്റിൽ മൗതി, മരണത്തെ കുറിച്ചുള്ള ചിന്തയിൽ അവരാകെ മുഴുകിക്കൊണ്ടിരിക്കും. അതെന്നെയായിരിക്കും ചിന്ത. അഹ്വാലിന്നാസി ഫിൽ ഖുബൂരി, ഖബറുകളിൽ മനുഷ്യന്റെ അവസ്ഥ എന്തായാലും അതിനെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിക്കൊണ്ടിരിക്കും അവർ. എത്രത്തോളം എന്ന് വെച്ചാൽ അത്താ യമിൽ അഹദുഹും മഹസൂനൻ അയ്യാമൽ മുതവാലിയ, നിരന്തരം ദിനങ്ങളിൽ അവർ വളരെ ദുഃഖിതരായി തന്നെ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. യഅരിഫൂന ദാലിക്കൽ ഹസന ഫി വജീഹി, അല്ല യഅരിഫൂന ദാലിക്കൽ ഹുസ്ന ഫി വജീഹി, അപ്പൊ അവരെല്ലാവരും അദ്ദേഹത്തിന്റെ മുഖത്ത് ഈ ദുഃഖം കാണാറുണ്ടായിരുന്നു. ഒരു മരണ വീട് പോയിട്ട് മരണത്തെക്കുറിച്ച് ചിന്തിച്ചവരടയാളം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞമ്മക്ക് ആർക്കും അത് കാണൂല, ഞമ്മക്ക് സന്തോഷത്തിലാണ്. അള്ളാഹു റാഹത്താക്കി തരട്ടെ. വഖദ്കാന യഹ്യ ബിനു അബി കസീർ റഹിമഹുല്ലാഹു തആല മഹാനായിരുന്നു. ഇദാ ശയ്യ ജനാസത്തൻ, ഒരു ജനാസയെ പരിപാലിച്ചു പോയാൽ യർജിഊന ബിഹി ഫിന്നായിശി, ആ മയ്യത്തിനെ കൊണ്ടുപോയ കട്ടിലിൽ തിരിച്ചു വരുമ്പോ അതേ കട്ടിലിൽ ഈ പറഞ്ഞ യഹ്യ എന്ന് പറയുന്ന ആളെയാണ് കൂടെ പോയ ആൾക്കാർ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരിക. ലാ യസ്തദിഉൽ മശിയ വല റുകൂബ, വാഹനം കയറാൻ മൂപ്പരെ കൊണ്ട് കഴിയൂല, നടക്കാനും മൂപ്പരെ കൊണ്ട് കഴിയൂല. ആ വിധം ആലോചിച്ചിട്ട് അവസരമായിരുന്നു എന്നാണ്. വയംകുസുൽ അയ്യാമ, ഒരുപാട് ദിനങ്ങൾ മൂപ്പരും താമസിക്കും. ലാ യഖ്ദിറു അഹദുൻ അൻ യുകല്ലിമഹു ഫി ശിദ്ദത്തി ഖൗഫിഹി, അദ്ദേഹത്തിന്റെ പേടിയുടെ കാഠിന്യം കൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒരാൾക്കൂടെ കഴിയൂല. ആ നിലക്കായിരുന്നു മഹാന്റെ ജീവിതം. ഇത് മരണത്തെ കുറിച്ച് ചിന്തിച്ചു, അതിനുശേഷമുള്ള അവസ്ഥ ചിന്തിച്ചു, അങ്ങനെ വരുന്നതാണ്. അപ്പൊ ആ ചിന്ത എന്തായിരിക്കും? വഖദ്കാന അഹ്ലുൽ സമനിൽ അവ്വൽ, ആദ്യകാലങ്ങളിലുള്ള ആൾക്കാരൊക്കെ യസ്തഹിബൂന ഖബ്ല സൗതി ഇൻദൽ ജനാസ, ജനാസന്റെ അടുത്ത് വെച്ച് ശബ്ദം താഴ്ത്തുക ഇഷ്ടപ്പെടുമായിരുന്നു. എല്ലാരും പറയും ശബ്ദിക്കരുത് എന്ന് പറയും. ആരെങ്കിലും ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ ശബ്ദം അവർ തടയും. ഇതൊക്കെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ലഹു, അവനോട് പറയും അവർ, മാ അന്ത, നീ അല്ല, ഇല്ല ജബ്ബാറുൻ, നീ ഒരു ജബ്ബാറല്ലാതെ ഒന്നും അല്ല എങ്ങായി. ഇതെത്താണ്ട കഥ. ഈ പോക്കിരിമാരുടെ മാതിരിയും ആങ്കാളന്മാരുടെ സ്വഭാവം ശരിയല്ല. അമ്മ ഈ റൊയ്യത്തിക്ക ലിൽ മൗത്തി, അമ നീ അറിയുക, ഈ റൊയ്യത്തിക്ക ലിൽ മൗത്തി, നീ മരണം കണ്ടില്ലേ, ഈ മരണത്തിനെ നീ കാണുന്നതിൽ ഇതൊരു പാഠമുണ്ട്, അത് മനസ്സിലാക്കിക്കോണം. കൊൽത്തു, ഞാൻ പറയട്ടെ, വൈന്നമാ സക്കത്തൽ ഉലമാവും, ഇവിടെ ഒന്ന് പറയാണ്ട്, ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുമ്പോ തടയുമായിരുന്ന എന്നാ മൂപ്പര് പറഞ്ഞെന്താ, വൈന്നമാ സക്കത്തൽ ഉലമാവും, പണ്ഡിതന്മാരൊക്കെ മൗനത്തിലായി. നബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ദിക്റും ചൊല്ലുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ശബ്ദം ഉയർത്തുന്നുണ്ട്. അങ്ങനെ ശബ്ദം ഉയർത്തലിനെ തൊട്ട് പണ്ഡിതന്മാർ മൗനത്തിലായി. അലിമു, എത്രത്തോളം വെച്ചാൽ അവർ അറിഞ്ഞിട്ടുണ്ട് എന്ത്, കസറത്തൽ അത്തിന്നാസി ഉൽ ജനാസത്തി, ജനാസയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ജനങ്ങളുടെ ശബ്ദകോലാരം അധികമാണ് അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞപ്പോ അവരെന്തായി അഭിപ്രായപ്പെട്ടു, അന്ന ദിക്റല്ലാഹി തആല, ഏറ്റവും നല്ല അള്ളാഹ് ദിക്റല്ലത് ഔല, അതാണ് ഇപ്പൊ ഏറ്റവും നല്ലത്, മിൻ ഹദീസ് ദുനിയ,
ദുനിയാവിന്റെ വർത്തമാനം പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലുക എന്നുള്ള അഭിപ്രായം അവർ അഭിപ്രായപ്പെട്ടു. ഇത് മിൻ ബാബി ദുൽമിൻ ദൂന ദുൽമിൻ, ഒരക്രമം കൂടാതെയുള്ള ദുൽമിന്റെ ബാബിൽപ്പെട്ടതാണ്. ഇവിടെ അക്രമം ആർക്കൊന്നുമില്ല, എന്നാ ദുൽമാണേനും. ശബ്ദകോലാഹലങ്ങളോ ഉയർത്തുന്നതോ പാടില്ല. മൗനം എന്ന് പറഞ്ഞാല് നല്ല പക്വതയിലും വിനയത്തിലുമാണ് ഇരിക്കേണ്ടത്. അപ്പൊ ഇന്ന് ഖുർആൻ ഒത്തുകളും ദിക്റും മരണ വീടുകളിലൊക്കെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. അതിന് നടന്നോട്ടെ, അതില്ലെങ്കിൽ ഇവിടെ വർത്താനം പെരുകും. അതുകൊണ്ടാണ് ഉണ്ടാത്തത് എന്നർത്ഥം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റജുലൻ യദ്ഹഖു ഫി ജനാസത്തിൻ, ഒരു ജനാസയിൽ കണ്ടിട്ട് ഒരാൾ വന്നിട്ട് ചിരിക്കുകയാണ്. അങ്ങനെ ചിരിക്കുന്ന ഒരാളെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ കണ്ടു. ഫസജറഹു, അദ്ദേഹത്തെ തടഞ്ഞു. എന്തൊരു പണിയേക്ക് പറഞ്ഞു. സുമ്മ ഹദർഹു അയ്യാൻ, ഒരുപാട് ദിവസങ്ങൾക്ക് അദ്ദേഹത്തോട് പിണങ്ങി നിന്നു, തെറ്റിയതുകൊണ്ട്. ഖാല, മഹാൻ പറയാം, ഹസൻ ബസരി റഹ്മഹുല്ലാഹു തആല, ഹസൻ ബസരി തങ്ങൾ റജുലൻ, ഒരാളെ കണ്ടു. യഅ്കുലു ഫിൽ മഖ്ബറത്തി, പള്ളി മഖ്ബറയിൽ പോയിട്ട് തിന്നുകയാണ്. ഒരു പേടില്ല ചങ്ങായിക്ക്. അപ്പൊ മഖ്ബറയിൽ കുത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ കണ്ടു. ഫസജറഹു, ഹസൻ ബസരി തങ്ങൾ ആട്ടി വിട്ടോളൂ, കൂടെ അവിടെ നീച്ചുകൊണ്ട്. പള്ളിപ്പറമ്പ് അതിനുള്ളതാണ്. അപ്പൊ കാലു, അവരെ പറ്റി ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ഇന്നക മുനാഫിഖുൻ, അവരോട് പറഞ്ഞു, എടാ ഇത് കപടനാണ്, നീച്ചു പോണമെന്ന് പറഞ്ഞു. എന്നെ ഇതാണ് ഓരോ പണ്ഡിതന്മാരും തെറ്റ് കാണുമ്പോൾ അവരുടെ സൗരം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കുന്നാൻ അഹ്ദുൽ ജനായിസ, ഞങ്ങൾ ജനാദകൾക്ക് പങ്കെടുക്കാറുണ്ടായിരുന്നു. ഫലാനെതിരി മൻ നുഅസ്സി മിൻ ശിദ്ദത്തി ഉമൂമിൽ ഹുസ്നി ലിൽ ഖൗമി വബുകായിഹിം, ഏത് ജനാദയുടെ കുടുംബക്കാരെ ഞങ്ങൾ സമാധാനപ്പെടുത്തേണ്ടത്? കാരണം വളരെ ദുഃഖത്തിലാണ് എല്ലാവരും, വളരെ സങ്കടത്തിലും കരച്ചിലുമാണ് എല്ലാവരും. പിന്നെ ആരെയാണ് സമാധാനിപ്പിക്കുക? എല്ലാവരും ഒരുപോലെയാണ്. ഇങ്ങനത്തെ ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ലല്ലോ. വഖദ്കാന ഹാത്തിമുൽ അസമി റഹ്മത്തുള്ളാഹി തആല യഖൂൽ, മഹാൻ പറയുന്നു, മുദാവാത്തുൽ ഖൽബി, ഖൽബിലുള്ള മുദാവാത്ത് എന്ന ചികിത്സ ഫി ഹുദൂറിൽ ജനായിസി, ജനാസകളിൽ പങ്കെടുത്തുകൊണ്ട് ഹൃദയത്തെ ചികിത്സിക്കുക പറയുന്നതിന് പറലാണ്, നന്നാക്കുക, ഏറ്റവും നല്ലതാണ്. വക്കാന ഇബ്രാഹിമിന് സയ്യാത്ത് റഹ്മഹുല്ലാഹ്, മഹാനവറുകൾ ആയിരുന്നു, ഇദാ റഅ അഹദൻ യബ്കി ബിൽ ജനാസ, ജനാസയിലായിട്ട് ആരെങ്കിലും കരയുന്നത് കണ്ടാൽ, യഖൂലു, അദ്ദേഹത്തോട് പറയും ഈ മഹാൻ, ഇബ്കി അലാ നഫ്സിക യാ അഖി, എടോ എന്റെ സഹോദര, താൻ തന്റെ സ്വന്തം നഫ്സിന്റെ മേൽ കരഞ്ഞളാ, ദുഃഖിച്ച് കറി. അപ്പൊ തറഹം അലിക, ഈ ജനാസക്ക് നീ കരുണ ചെയ്താൽ മതി, നീ കരയണ്ട. ഫൈനഹാദൽ മയ്യിത്ത, നിശ്ചയമായിട്ട് ഈ മരിച്ച മനുഷ്യൻ കത് നജാമിൻ സലാസിൻ, 3 കാര്യത്തെ തൊട്ട് രക്ഷപ്പെട്ടു. എന്താ വെച്ചാൽ മലക്കൽ മൗത്ത്, അയാൾ മലക്കൽ മൗത്തിനെ കണ്ടു അലൈഹിസ്സലാം. പതാക്ക ഹറാറത്തൽ മൗത്തി, മരണത്തിന്റെ രുചിയും ചൂടെന്താന്ന് അറിഞ്ഞു. അമീന മിൻ സൂൽ ഖാത്തിമത്തി, അവസാനം ചീത്തയായി മരിക്കുന്നതിനെ പേടിഞ്ഞിപ്പോ അയാൾക്കില്ല. ഞാൻ ചിന്തിക്കണ്ടല്ലോ, ഈ 3 കാര്യം ഒരാൾക്കുള്ള, ആ 3 കാര്യം തൊട്ടിപ്പോ ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഹിലാബിക്കാത്ത നീ അത് നേരെതിരല്ലേ, നീ മരിച്ചിട്ടില്ലല്ലോ, ചിന്തിച്ചോ, നിന്റെ കാര്യത്തെ ചിന്തിച്ചോളാം, നിർമ്മിച്ചോളാം. ശേഷം വരുന്നുണ്ട് ഐനൻ, വീണ്ടും സിയാദു താലാലിക്ക, ഇതിനേക്കാൾ കൂടുതൽ ഇനിയും വരുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും. ഇനി മറ്റൊരു ഗുണം പറയട്ടെ, തൻസീലുൻ നാസി മനാസിലഹും ഫിൽ ഈമാനി വൻ നിഫാഖി, കപടകാര്യത്തിലും വിശ്വാസകാര്യത്തിലും എങ്ങനെയാണോ ജനങ്ങളെങ്കിൽ ആ ജനങ്ങളെ അതാത് സ്ഥാനത്ത് ഇറക്കി കൊടുക്കും, ആരെയും മുന്തിക്കൊന്നുമില്ല. ഫൽ മുനാഫിഖി, അപ്പോൾ മുനാഫിഖുണ്ട് എന്തും ഈ മഹാന്മാരുടെ അടുക്കൽ, മഖാമുൻ ദൂന മഖാമിൽ മുഅ്മിൻ സാലിമി നിഫാഖി, കപടതയെ തൊട്ട് രക്ഷപ്പെട്ടതായിരിക്കുന്ന സത്യവിശ്വാസി, അവരെന്ത് സ്ഥാനമുണ്ടോ ആ സ്ഥാനത്തിനേക്കാൾ ഒരു സ്ഥായുള്ള സ്ഥാനമാണ് കപടനുള്ളത്. അല്ല, മുഅ്മിനേക്കാൾ ഉയർന്ന സ്ഥാനം ഒന്നും കൊടുക്കൂല. നമ്മളോ കുറച്ച് പേര് കേട്ടും മണം ചൂട്ടും ഒക്കെ കേട്ടുള്ള ആളാണെങ്കിൽ, കുറച്ച് പ്രൗഢിക്കുള്ള ആണെങ്കിലോ അവിടെ ഒന്നും നോക്കൂല, ആരും നോക്കൂല, ഓരോ പൊന്തിച്ചും മറ്റോ താഴ്ത്തിരുന്നു. ഫൈല, അവ പറയപ്പെട്ട് കഴിഞ്ഞാൽ എന്ത്, മുനാഫിഖു, എങ്ങനെയാണ് കപടനെ അറിയുക എന്ന് ചോദിക്കപ്പെടുകയാണെങ്കിൽ ഫൽ ജവാബ്, അതിന്റെ മറുപടി, അന്നഹു മഅറൂഫുൽ അലാമാത്തി, ചില അടയാളങ്ങളുണ്ട്.
ആ അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയാൻ കഴിയും അവനെ. അല്ലത്തി എങ്ങനത്തെ അടയാളങ്ങൾ? അഖ്ബറ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ വിധങ്ങൾ ആ അടയാളങ്ങളെ കൊണ്ട് ലോകത്തോട് വിവരം പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ ഖൗലി, മുത്തുനബിയുടെ മൊഴി പോലെ, അലാമത്തുൽ മുനാഫിഖ് സലാസൻ, കപടന്റെ അടയാളം മൂന്നാണ്. ഇദാ ഹദ്ദസ കദബ, വാപ്പിടർത്തിയാൽ നുണ പറയൂ. വൈദാ വഅദ അഖലഫ, വാഗ്ദാനം ചെയ്ത ലംഘിക്കും. വൈദ ഉത്തുമിന, അവനെ വിശ്വസിച്ച് വല്ലത് ഏൽപ്പിച്ച കാലം പറ്റിക്കും. ഇത് മൂന്നുണ്ടോ? ഇങ്ങനത്തെ ഓരോ അടയാളം വരാനുണ്ടായത് മുനാഫിക്കാന്ന് പറയാം. ഒബിരിവായത്തിന് ഒരു ഹദീസിൽ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാധു ഈ 3 പറഞ്ഞിട്ട് കൂട്ടി പറയുന്നു. വൈദാ ഖാസമ ഫജറ, അവരോട് തർക്കിക്കേണ്ടി വന്നാൽ ഒരു തമ്മാടിത്ത സ്വഭാവം പറയുള്ളൂ, തമ്മാടിത്തം കാണിക്കും എന്നാണ്. ഈ ഹദീസിൽ പറഞ്ഞല്ലോ അടയാളം. ഇങ്ങനെ മുനാഫിക്കിനെ അറിയാം. ഇനി വേറൊന്നും കൂടി, ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ വാക്ക് പോലെ. എന്താ വാക്ക്? ഇന്നലിൽ മുനാഫിഖീന അലാമാത്തിൻ ഫദ്ഉഹും ബിഹാ ലാ യഅ്തൂന മസാജിദ ഇല്ലാ ഹജറൻ വലാ യസ്അദൂന സ്വലാത ഇല്ലാ ദുബറൻ വലാ യഅലിഫൂന വലാ യുഅലഫൂന വലാ യുഅലഫൂന മുസ്തക്ബിരീന ജീവത്തം ബില്ലൈലി ബത്വാലൂന ബിന്നഹാർ. ഇതാണ് ഇന്നൽ മുനാഫിഖീന, നിശ്ചയമായിട്ടും കപടനുണ്ട്, അലാമാത്തിന് ചില അടയാളങ്ങൾ. അടയാളങ്ങളെ കൊണ്ട് നിങ്ങൾ അവരെ വിളിക്കണം. ലാ യഅ്തൂന മസാജിദ്, അവർ പള്ളികൾക്ക് വരൂല. ലാ ഹജറൻ, ഹജറായിട്ടല്ലാതെ ഒരു മോശമായ രീതിയിൽ വരുള്ളൂ. വലാ യസ്അദൂന സ്വലാത്ത ഇല്ലാ ദുബറൻ, പിന്തിയിട്ടല്ലാതെ നിസ്കാരത്തിന് വരൂല, പിന്തിയിട്ടേ വരുള്ളൂ. വലാ യഅലഫൂന, അവർ ആരോടും ഇണങ്ങൂല. വലാ യുഅലഫൂന, അവരോടും ഇണങ്ങപ്പെടാൻ കഴിയൂല. മുസ്തക്ബിരീന, അവർ തന്നെ അഹങ്കരിക്കുന്നവരാ രീതിയിൽ. ജീഫത്തുമ്പില്ലയിൽ, രാത്രി ജീഫയാൻ, ഒരു ക്ഷമം പോലെ ജീവിക്കണം പറഞ്ഞു. 10 കാര്യം പകലിൽ അവർ ബാണ്ടാത്തം ചെയ്ത് നടക്കുകയാണ്. രാത്രി ഒന്നുമില്ലാത്ത ഒരു ജഡം പോലെ നടക്കുകയാണ് ഇവർ. ഇതൊക്കെ അവർക്കുള്ള അടയാളങ്ങളാണ്. ഇതുകൊണ്ട് വിളിക്കാം. ഹദീസിൽ വാരിദ, ഇങ്ങനെ ഇതുപോലെ വാരിദ എത്രയോ ഹദീസുകളുണ്ട്. ഈ അടയാളങ്ങളെ കൊണ്ടൊക്കെ മുനാഫിക്കിന് അറിയാം. അപ്പോ മുനാഫിക്കിന് അറിഞ്ഞുകൊണ്ട് ഇവർ പെരുമാറും. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അലാമത്തുൽ മുനാഫിഖ്, ഈ മുനാഫിക്കിന്റെ അടയാളം അയ്യക്കൂന കസീറുൽ കലാമി ഖലീലുൽ അമൽ, അമൽ കുറവ്, സംസാരം കൂടുതൽ, ഇതായിരിക്കും അവന്റെ സ്വഭാവം. വഖാല ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മിൻ അലാമത്തുൽ മുനാഫിഖ്, ഈ മുനാഫിക്കിന്റെ അടയാളത്തിൽ പെട്ടതാണ് അയ്യുഹിബ്ബൽ മദ്ഹ ബിമാ ലൈസ ഫീഹി, അവരില്ലാത്ത കാര്യം പറഞ്ഞു പുകഴ്ത്താൻ. നല്ല കാര്യം ചെയ്തിട്ടില്ല, ഇതുപോലെ ആക്കി മാറ്റുക. ഇന്ന് കാണുക, എല്ലാവരും സോപ്പിടുമല്ലോ എന്ന മാതിരി. അവനുള്ളതായിരിക്കുന്ന മോശമായ കാര്യം ഓൻ തന്നെ വെറുക്കുക, ഇല്ലാത്ത കാര്യം പുകഴ്ത്തി പറയുമ്പോൾ ഇഷ്ടപ്പെടും. ഇതാണ് അവന്റെ സ്വഭാവം. അവൻ കാണുന്നവർക്ക് ദേഷ്യക്കാരനായിരിക്കും. അവന്റെ ന്യൂനത കാര്യം കാട്ടിക്കൊടുത്ത ഓൺ ഭയങ്കര ദേഷ്യം. അവന്റെ കാലക്കാരും കൂട്ടുകാരും ആരുടെയെങ്കിലും മോശത്തരം കേട്ടാലോ ചിരിക്കും ചെയ്യും. ഇതാണ് മുനാഫിക്കിന്റെ അടയാളം. വകാന യൂനുസ് ബിൻ ഉബൈദ് റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു, മൻ അറാദ അൻ യൻദുറ ഇലാ റജുലിൻ മുനാഫിഖിൻ, കപടനായ ഒരാളിലേക്ക് ആരെങ്കിലും നോക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫൽയൻദുർ ഇലയ്യ, അവൻ എന്നെ കൊള്ള നോക്കിക്കോട്ടെ എന്ന്. ഫഖീല ലഹു, അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയുണ്ടായി. ആരോട്? യൂനുസ് എന്നോട്. വകൈഫ ദാലിക, അതിപ്പോ എങ്ങനെ ഉണ്ടാവുക? നിങ്ങളിലേക്ക് നോക്കുക. കാലാപ മഹാൻ പറയുകയാണ്, നിശ്ചയമായിട്ടും ഒരുപാട് അവര് 100ഓളം ഞാൻ എണ്ണി. എന്നിട്ടോ അങ്ങനെ 100ഓളം എണ്ണിയിട്ട് കസ്രത്തം മിൻ ഖിസാൽ ഖൈർ, നന്മയുടെ ഗുണങ്ങളിൽപ്പെട്ട 100ഓളം ഗുണം ഞാൻ എണ്ണി. പക്ഷേ വല അജിദു വായത്തം മിന്നുന്നഫീ, ഇത്രയൊക്കെ ഗുണങ്ങൾ ചെയ്തിട്ടും ആ ഗുണങ്ങൾ ഒരു ഗുണം ഇനിയില്ലല്ലോ എന്നാണ് പിന്നെ അവസാനം കിട്ടിയതെന്ന്. അതേ സമയത്ത് മോശമായ ഒരുപാട് കാര്യങ്ങൾ എണ്ണി നോക്കി. അജിദുഹ കുല്ലഹാബി, അതും മുഴുവൻ എന്നിലുണ്ട്. സ്വന്തം ശരീരത്തെ വിചാരണ നടത്തി.
അതുകൊണ്ട് അപ്പോ അന്ത്യദിനത്തിൽ ഫളിയത്താകുന്നതിന്റെ നഷ്ടമേ. അപ്പൊ യഹിയ അന്ന് ഫളിയത്തിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മഹാനവറുകൾ. ഇതാണ് മഹാന്മാർ, ഓലൊക്കെ ചിന്തകൾ അങ്ങനെ പോയി. വക്കാന സുഫിയാനി സൗരി റഹ്മഹുല്ലാഹു തആല ബഹുമാനപ്പെട്ടത് പറയാം, ഇതാ ദുഃഖിത സാലിഹ് സാലിഹ്യങ്ങൾ പറയപ്പെട്ട് കഴിഞ്ഞാൽ കുന്നാനുൽ മായതൻ ഞങ്ങള് അവരെ തൊട്ട് എത്രയോ വെടിഞ്ഞു നിൽക്കുന്നവരായിരുന്നു. വൈദാദിക്ക പാലിഹൂന വേണ്ടാത്തവരെ പറഞ്ഞാലോ കുന്നാവി ജോഫിൽ മഞ്ഞ്, അപ്പൊ ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിലേക്കാണ്. ഇങ്ങനെ നല്ലവരെ പറയുമ്പോ അങ്ങനെ, വേണ്ടാത്തവരെ പറയുമ്പോ ഉള്ളും. അപ്പൊ കാലം മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു യഖൂലു മഹാൻ പറയുന്നു, മിൻ അലാമത്തുൽ മുനാഫിഖി മുനാഫിക്കിന്റെ അടയാളം നാളത്തെ റിസ്കോ തോൽപ്പിച്ചു വെക്കും. നെടുവഴിജായ്മ വയറു അല ദുനിയ ദുന്യാവിന്റെ കാര്യത്തിൽ മറ്റുള്ളവരെ തർക്കിക്കുകയും ചെയ്യും. ഇതവനെ കൊണ്ട് വയുഹിബു അംഫരിദീത്ത് നേതാവാവൻ കൊണ്ട് അവൻ തനിക്കണം, അതുപോലെ ഇഷ്ടമാണ്. ഇതൊരു അടയാളമാണ്. ഒബിരിവായത്തിൽ ഒരു റിപ്പോർട്ടിൽ കാണാം, മിൻ അലാമത്തിൽ മുനാഫിഖ് മുനാഫിക്കിന്റെ അടയാളം അയ്യാസുദന്നാഥ ജനങ്ങളോട് അവൻ അസൂയ വെക്കും. ഉൾപോരുകളും സാധാ പോരുകളൊക്കെ അവന്റെ കൽബിന്റെ ഉള്ളകത്ത് ഉണ്ടാകും. ലിമൻ ആദാഹു അവനോട് ഇടങ്ങാറാക്കിയവനെ, ഔ സാദ അലൈഹിൽ ജാൽ അല്ലെങ്കിൽ മേൽമത്തരത്തിൽ അവനേക്കാൾ കൂടുതൽ ആരുണ്ടോ അവനോട്. ഇതൊക്കെയാണ് ആ മുനാഫിക്കിന്റെ അടയാളം. ഫളുറിയാഹിബി നഫ്സിക എന്റെ സഹോദര നിന്റെ മനസ്സിലേക്ക് ശരീരം നോക്ക്. അപ്പൊ പത്തിശിക അത് പരിശോധിച്ചു നോക്കും, കീറിപ്പൊളിച്ചു നോക്കൂ. അവനക്കി അതിനെ ശുദ്ധിയാക്കി. ഈ കപടതയെ തൊട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.